കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കാൻ, ഫയലുകൾ എഴുതാൻ, പ്രസംഗം തയ്യാറാക്കാൻ, എന്തിന് കുടിവെള്ളം എടുത്തു കൊടുക്കാൻ വരെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട് നമ്മുടെ മന്ത്രിമാർക്ക്. ഇപ്പോഴത്തെ സർക്കാരിലുള്ളത് 557 പേർ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിക്ക് 32, മറ്റു മന്ത്രിമാർക്ക് 21 മുതൽ 26 പേർ വരെ. പ്രതിപക്ഷ നേതാവിനുമുണ്ട് 25 പേർ. പ്രത്യേക ജോലിയൊന്നുമില്ലെങ്കിലും ചീഫ് വിപ്പും വെച്ചിട്ടുണ്ട് 24 പേരെ. മന്ത്രിമാർക്ക് രാവും പകലും ജോലിയുണ്ട്. ഓഫീസിനകത്തും പുറത്തും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാലങ്ങളായി എല്ലാ സർക്കാരുകളും ചെയ്യാറുമുണ്ട്. പക്ഷേ പാർട്ടി താല്പര്യം മാത്രം നോക്കി നിയമിക്കുന്ന അവർക്ക് ജീവിതകാലം മുഴുവൻ സർക്കാർ പണം കൈക്കലാക്കാനുള്ള കള്ളക്കളിയായി അതിനെ മാറ്റുന്നിടത്താണ് സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ ഉണ്ടാകുന്നത്. അതിന്റെ തെളിവാണ് ഇനി കാണാൻ പോകുന്നത്. 2023 മുതൽ പെൻഷൻ അനുവദിച്ച പേഴ്സണൽ സ്റ്റാഫിന്റെ പട്ടികയാണിത്. 125 പേരുണ്ട്. അതിൽ 60 പേരുടെ സർവീസ് കാലാവധി വെറും 3 വർഷം. 3 വർഷം ജോലി ചെയ്ത് പിന്നീട് രാജിവെച്ച് മറ്റു ജോലിക്ക് പോയി പെൻഷൻ വാങ്ങിയതിൽ 13 പേർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും 40 പേർ തുടർഭരണകാലത്തുമുള്ളവരാണ്. 7 പേർ വിവിധ മുൻ സർക്കാരുകളുടെ കാലത്തുള്ളവരും. അതായത് കുറുക്കുവഴിയിൽ പെൻഷൻ വാങ്ങിയ 53 പേരും പിണറായി സർക്കാരിന്റെ സ്വന്തക്കാർ തന്നെ. 3 വർഷം കൊണ്ട് ജോലി മതിയാക്കുന്നതിന് പിന്നിൽ ഒരു ഗുട്ടൻസ് ഉണ്ട്. പെൻഷൻ കിട്ടാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് 3 വർഷമാണ്. 2 വർഷവും 6 മാസവും ജോലി ചെയ്താൽ തന്നെ 3 വർഷമായിട്ട് കണക്കാക്കും. അതുകൊണ്ട് ഭരണത്തിന്റെ തുടക്കത്തിൽ കുറച്ച് പേരെ സ്റ്റാഫായിട്ട് എടുക്കും. പകുതിയാകുമ്പോഴേക്കും അവർക്ക് പെൻഷൻ ഉറപ്പാകും. അവർ ജോലി മതിയാക്കും. പിന്നീട് അവർക്ക് പകരക്കാരെ എടുക്കും. ഭരണം കഴിയുമ്പോഴേക്കും അവർക്കും പെൻഷൻ ഉറപ്പാകും. ഇതാണ് പെൻഷൻ തട്ടിപ്പിന്റെ കേരള മോഡൽ. മാസം 3350 രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ. പെൻഷൻ കിട്ടിയ ശേഷം മറ്റു ജോലിക്ക് പോകുന്നതോടെ സർക്കാരിന്റെ വേണ്ടപ്പെട്ടവർക്ക് പെൻഷൻ ആജീവനാന്ത പോക്കറ്റ് മണിയായി മാറുന്നു. നാടിന് കോടികളുടെ അധിക ചെലവ്.